ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ സിജോയ് ജോയ് ചാനൽ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരട്ടെ. വേറൊന്നല്ല, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാൻ പോവാണ്. ഗൈസ് കണ്ടോ, ഇതാണ് ഞാൻ സ്വന്തമായിട്ട് ഇന്നുണ്ടാക്കിയ ഫേക്ക് ബീക്ക്. ഇതുപോലെ ഒരു സംഭവം നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഞാൻ ഇതുപോലുള്ള ബീക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയിരുന്നു. അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് അതുപോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കിയത്. അത് ഒന്നാമത്തെ ബിഗ്, ഇത് രണ്ടാമത്തെ. ആ ബിഗ് എവിടെ പോയി ഗൈസ്? ആ ബിഗ് എൻ്റെ കൈ ഇന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ആ ബിഗ് നാശായിപ്പോയി. കാരണം ഗൈസ്, ഇതുപോലെ സെറ്റാക്കി എടുക്കാൻ ഞാൻ അതിൽ കത്രിക ഉപയോഗിച്ച് ഞാൻ ശ്രമിച്ചു. അവസാനം എന്തായി? വെട്ടി അതിന് ഒന്നിനും ഉപഹാരം ഇല്ലാണ്ടായി. അത് ഒന്നിനും ഉപഹാരം ഇല്ലാണ്ടായി. അപ്പം ഞാൻ വിഷമിച്ച് നല്ല രീതിയിൽ ആലോചിച്ച് ഗൈസ്, നമുക്ക് മറ്റൊരു ബിഗ് കൂടി ഉണ്ടാക്കിയാലോ അങ്ങനെ തീരുമാനിച്ച് ആ തീരുമാനം ഞാൻ സക്സസ് ആക്കി. അതാണ് ഈ ബിഗ്. എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി വിടണം. ഇഷ്ടപ്പെട്ട സ്റ്റൈൽ നിങ്ങൾ ഫോട്ടോ എടുക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ ഇഷ്ടപ്പെട്ടതിൻ്റെ കാരണം നിങ്ങൾ എഴുതി വിടുക. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുക. നേരെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി വിടുക. സോ ഗൈസ്, ഈ വീക്ക് ഞാൻ എത്ര സമയം കൊണ്ടാണ് എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ബിഗ് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയൂ? അറിയണമെങ്കിൽ അത് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് മുമ്പായിട്ട് ഈ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, മറക്കല്ലേ. സോ ഗൈസ്, ഞാൻ പറയാം, ഞാൻ ഒരു ബിഗ് ഉണ്ടാക്കാനായിട്ട് എടുത്ത സമയം ആവശ്യമുണ്ടായി. മറ്റേ ബിഗ് ഉണ്ടാക്കാനായിട്ട് ടോട്ടൽ എടുത്ത സമയം, ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പിന്നെ കാര്യനും ഒക്കെ എനിക്ക് ആ ഒരു ബിഗ് ഉണ്ടാക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ ആദ്യം പറയട്ടെ. എന്നിട്ട് അതിന് ശേഷം ഈ ബിഗ് ഉണ്ടാക്കിയതിൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പോൾ ആ ബിഗ് ഞാൻ ഉണ്ടാക്കാനായിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പാട് വേറെ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ആ ബിഗ് ഞാൻ എത്ര സമയം കൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കി. അത് 7 മണിക്കൂർ സമയം എടുത്തിട്ടാണ് ഞാൻ ആ ഒരു ബിഗ് ഞാൻ ഉണ്ടാക്കിയത്. 7 മണിക്കൂർ. അത്രയ്ക്കധികം ഡ്രസ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ ഒരു ബിഗ് ഞാൻ ഉണ്ടാക്കിയത്.
വളരെ കഷ്ടപ്പാടായിരുന്നു. ഇങ്ങനൊരു രൂപത്തിൽ വെട്ടി മുറിച്ച് ഒട്ടിച്ചൊക്കെ എടുക്കുക. ഇതുപോലെ തന്നെ അതും കാരണം ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമാണ് ഞാൻ അങ്ങനെ ബിഗ് ഉണ്ടാക്കാനായിട്ട് പഠിച്ചത്. പഠിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അതുപോലെ തന്നെ മറ്റൊരു ബിഗും കൂടി ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തു. ആണിത്. അപ്പോൾ ബിഗ് ഉണ്ടാക്കാനായിട്ട് ഞാൻ വളരെയധികം കഷ്ടപ്പാടുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. നല്ല പ്രയാസം ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ സാധനങ്ങൾ അതിനുവേണ്ടി ഉപയോഗിച്ച് ഈ രണ്ടാമത്തെ ബിഗ് ഉണ്ടാകുന്ന സമയത്ത് അത് തീരാറായി. അതൊക്കെ അതിനുവേണ്ടി ഞാൻ മിക്സ് ചെയ്ത് ഉപയോഗിച്ച്. പക്ഷെ ഈ 2 ബിഗ് ഉണ്ടാക്കാനായിട്ടുള്ള കളർ ഞാൻ യൂസ് ചെയ്തത് ബ്ലാക്കാണ്. അത് 2 കളറാണ്, 2 ബോക്സാണ്. രണ്ടും വെവ്വേറെ ബോക്സുകളാണ്, വെവ്വേറെ കളേഴ്സാണ്. ഒന്ന് മെഴുകുചായം, മറ്റേത് വാട്ടർ കളർ. അപ്പോൾ ആദ്യം ഞാൻ യൂസ് ചെയ്തത് വാട്ടർ കളറാണ്. അതാണ് ആദ്യം ബിഗ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തത്. അതിനും ആ ഒരു ബിഗിന് വേണ്ടി ഞാൻ 2 വാട്ടർ കളർ ബോക്സ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ രണ്ടിലും ബ്ലാക്ക് അലിഞ്ഞ് തീർന്നു പോയി. അപ്പോൾ അതിനുവേണ്ടി അത് യൂസ് ചെയ്തു. അപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് ആ ഒരു വാട്ടർ കളർ ബോക്സിൽ ബ്ലാക്ക് കളർ കുറച്ചുണ്ടായിരുന്നു ഒരു ബോക്സിൽ. അത് ഇതിന് വേണ്ടി ഞാൻ കുറച്ചിങ്ങനെ അടിച്ച് 2 ലെയർ ഇങ്ങനെ അടിച്ച്. അതിന് ശേഷം അത് തീർന്നു, അടിക്കാൻ പറ്റാത്ത കളറായി, കളറ് കിട്ടുന്നില്ല. അങ്ങനെ ഈ സമയത്താണ് മെഴുകുചായം ഞാൻ ഉപയോഗിച്ചത്. ഇതിന് വേണ്ടി 3ാമത്തെ ലെയർ അടിക്കുക. ഈ 2 വാട്ടർ കളർ ഞാൻ അടിച്ചില്ലേ, അത് നല്ല രീതിയിൽ ഹൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടിച്ചിരുന്നു. പക്ഷെ ഹൈ ആയില്ല. അതുപോലെ തന്നെ മെഴുകുചായം ഹൈ ആക്കാനായിട്ട് ഞാൻ നല്ല രീതിയിൽ ശ്രമിച്ചു. അത് ആക്കാനെന്താ ഇങ്ങനെ ഹൈ ആയില്ല. 1ാമത്തെ ബിഗ് ഉണ്ടാക്കിയ അതേ കളർ ഇതിന് വന്നില്ല. കാരണം അതിൽ ഫുള്ളും വാട്ടർ കളർ ആണ് ഞാൻ ഉപയോഗിച്ചത്. സോ ഗൈസ്, ഇതിൻ്റെ വേണ്ടി ഈ ബിഗ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞത് ബിഗിൻ്റെ കാര്യം. അത് ഉണ്ടാക്കാനായിട്ട് ടോട്ടലെടുത്തത് 7-6 മണിക്കൂറാണ് ഞാൻ അതിന് വേണ്ടി എടുത്തത്. ആ ഒരു ബിഗ് ഉണ്ടാക്കാനായിട്ട് അതിനേക്കാൾ 10 ഇരട്ടി ആണ് ഞാൻ ഈ ബിഗ് ഉണ്ടാക്കാനായിട്ട് എടുത്തത്. ഒരു ദിവസം 24 മണിക്കൂർ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തു ഇങ്ങനൊരു ബിഗ് ഉണ്ടാക്കാൻ. വളരെയധികം കഷ്ടപ്പാടും വേദനയൊക്കെ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടും സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനൊരു രൂപത്തിൽ എടുക്കാൻ. എൻ്റെ അമ്മയോടും ചേട്ടനോടും ചോദിച്ചാൽ അറിയാം, കാരണം അവരിത് കണ്ടതാണ്. വളരെയധികം കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വിചാരിച്ച രീതിയിൽ എടുക്കാൻ സാധിച്ചില്ല. അത് വരണമെങ്കിൽ വാട്ടർ കളറ് തന്നെ വേണം. അത് ഈ പറഞ്ഞ ബോക്സിലുള്ള കളർ അല്ല വേണ്ടത്, വേറൊരു മോഡലുള്ള ഒരു വാട്ടർ കളറാണ് വേണ്ടത്. അത് നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഷോപ്പിലൊക്കെ വലിയ വലിയ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരോട് ഇങ്ങനെ ചോദിച്ചാൽ മതി. അപ്പോൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ തരും ചോദിച്ചാൽ. പിന്നെ അവിടുത്തെ റേറ്റിൽ ഞങ്ങൾ എന്ത് ചെയ്യുക, പോക്കറ്റിൽ നിന്ന് അവിടുത്തെ റേറ്റിൽ സാധനത്തിൻ്റെ പൈസ
അവിടെ ചിലപ്പോൾ 10-200-300 ആയിരിക്കാം. അപ്പോൾ പൈസ നിങ്ങൾ കൊടുത്ത് ആ സാധനം വാങ്ങിക്കുക. കാരണം നല്ല നല്ല സമൂഹത്തിന് നല്ല നല്ല പൈസ എന്തായാലും വരും. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഉണ്ടാക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ സമയം ബുദ്ധിമുട്ടൊക്കെ അത് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ വീഡിയോ ഉണ്ടാക്കാനായിട്ട് ഇത്രയും സമയം ഞാൻ എടുത്തത് ഇതുപോലുള്ള ഇതിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സമയം 5-10 മിനിറ്റ് കാര്യമില്ല. നല്ല സമയം വേണം ഇങ്ങനെ രൂപത്തിലാക്കിയെടുക്കാൻ. അപ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു 2 വീഡിയോ ഉണ്ടാക്കാനായിട്ട്. നല്ല ബുദ്ധിമുട്ട്. പിന്നെ ഈ ബിഗ് ഉണ്ടാക്കുന്ന വ്ളോഗ് ഞാൻ ചെയ്തിട്ടില്ല. പകരം മറ്റേ ബിഗ് ഉണ്ടാക്കാനായിട്ട് വ്ളോഗ് ഞാൻ ചെയ്തിരുന്നു. വളരെ നല്ല രീതിയിൽ ചെയ്തിരുന്നു. അതെങ്ങനെയാണ് ഞാൻ അതിലുണ്ടാക്കിയത് അതുപോലെ തന്നെയാണ് ഇതുണ്ടാക്കിയത്. ഒരു വ്യത്യാസമില്ല, ചെറിയൊരു വ്യത്യാസമുള്ളൂ. ആ വ്യത്യാസം ഞാൻ അവസാനം പറയാം. അവസാനം അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും എന്താ ചെയ്തതെന്ന്. അത് കാണിക്കുന്നത് കൂടി ഞാൻ വീഡിയോ നിർത്തും. ഗൈസ്, ഇതുണ്ടാക്കാൻ വളരെയധികം കഷ്ടപ്പാടുണ്ടായിരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇത് ഉണ്ടാക്കാനായിട്ട് ഉള്ള സാധനങ്ങൾ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഗൈസ്, നല്ല ശ്രദ്ധ വേണം, നല്ല കോൺഫിഡൻസ് വേണം, ബുദ്ധി വേണം, അറിവ് വേണം, ശ്രദ്ധ വേണം. വീടിൻ്റെ ഉള്ളിൽ നിലത്തെങ്ങാനും വൃത്തികേട് ആക്കാണ്ടിരിക്കുക. അപ്പോൾ ഇത് വൃത്തികേട് ആവാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നല്ല കട്ടിയുള്ള കാർബോർഡ് ഷീറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുക. അതിന് മീതിയാണ് നമ്മളെ ഈ വക വർക്ക്. ഒരുപാട് കാര്യങ്ങളൊക്കെ വെട്ടാൻ കുറിക്കാനും വെച്ചൊട്ടിക്കാനൊക്കെ ഉണ്ട്. അതിന് ഓരോ ഫെവിക്കോളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ചട്ട ഇല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? ഫെവിക്കോളുടെ ആവശ്യങ്ങളും പിന്നെ വെട്ടുന്ന ഇതിനൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകം നല്ല രീതിയിൽ വൃത്തികേടായിട്ട് കിടക്കും. അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞത്? നല്ല കട്ടിയുള്ള കാർബോർഡ് ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം. അത് എടുക്കണം. നിങ്ങൾ കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ ചേട്ടനോട് ചോദിക്കുക, ഈ എക്സാം എഴുതാനായിട്ട് സഹായിക്കുന്ന ചട്ട ഉണ്ടോയെന്ന് ചോദിച്ചാൽ മതി. അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ചേട്ടൻ സാധനം പോയി നിങ്ങളുടെ കയ്യിലോട്ട് അത് തരും, അവിടുത്തെ റേറ്റിൽ. അപ്പോൾ അതിന് ചിലപ്പോൾ 10-200-30 രൂപ ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ പൈസ കൊടുത്ത് നിങ്ങൾ സാധനം വാങ്ങിക്കുക. അതെല്ലാ ഷോപ്പിൽ കിട്ടും. എക്സാം എഴുതാനായിട്ട് സഹായിക്കുന്ന ചട്ട അത് എന്തായാലും കയ്യിൽ കഴിയും. അതല്ലെങ്കിൽ മേശ അതിന് മതി. ഒരു കസലിട്ട് മേശയുടെ അവിടെ ഇരിക്കുക ഒരു വശത്ത്. നിലത്തിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ചട്ട എന്തായാലും വേണം. ഈ ചട്ടയുടെ മീതമാണ് നമ്മൾ വെട്ടിനും മുട്ടിനും എല്ലാ കാര്യങ്ങൾ. പിന്നിലുള്ള കാര്യങ്ങൾ ആദ്യം നല്ലൊരു ചട്ട തന്നെ വേണം. അതിൻ്റെ മീതാണ് നമ്മൾ വെട്ടിനും മുട്ടിനും ഒക്കെ ചെയ്യുക. നല്ലൊരു ചട്ട, നല്ലൊരു പെൻസിൽ വേണം, നല്ല രീതിയിൽ ഷാർപ്പ് ചെയ്യണം. അപ്പോൾ വേണം വരയ്ക്കാനുണ്ട്. അതിൽ പെൻസിൽ വേണം. പിന്നെ റബ്ബർ വര തെറ്റിപ്പോയി കഴിഞ്ഞാൽ മാറ്റി വീണ്ടും വരച്ച് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബർ വേണം. പിന്നെ ഒട്ടിക്കാനായിട്ട് ഫെവിക്കോള്. പിന്നെ ഇത് ഉണ്ടാക്കി ഇരിക്കുന്നത് A4 ഷീറ്റ് ഉപയോഗിച്ചാണ്. അപ്പോൾ A4 ഷീറ്റ് 20 അതിൽ കൂടുതലോ വേണം A4 ഷീറ്റ്.
പിന്നെ സ്കെയിൽ വേണം, പിന്നെ കട്ട് ചെയ്യാനൊരു കത്തിരിക്ക, ഓപ്ഷനിൽ നൈഫ് വേണം, രണ്ടിൻ്റെ രീതിയിലും ഒന്ന് വേണം. അപ്പോൾ പറയാനായിട്ട് കളറ് വാട്ടർ കളർ അതല്ലെങ്കിൽ അതില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം വാട്ടർ കളർ യൂസ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യണോ ആദ്യം ഞാൻ ആലോചിക്കണം. കളറ് ഒന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. 2 എണ്ണം ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ വൃത്തികേടാവും. 2 കളറേ. ഇപ്പോൾ ഉദാഹരണത്തിന് വാട്ടർ കളറ് അടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ മെഴുകുചായമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബോറാവും. ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അത് ഈ പറഞ്ഞ 2 കളർ തമ്മിൽ മിക്സ് ഒക്കെ ആക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബോറാവും. നിങ്ങൾ ശ്രദ്ധിക്കുക കളർ ഏതാണ് കൊടുക്കുന്നതെന്ന് അറിയാം ഇതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ക്രയോൺസ് ആണെങ്കിൽ ക്രയോൺസ് കൊടുക്കുക, വാട്ടർ കളർ ആണെങ്കിൽ വാട്ടർ കളർ കൊടുക്കുക. ക്രയോൺസ് ആദ്യം നിങ്ങൾ കൊടുക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ക്രയോൺസ് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക, മറ്റേത് നീക്കി വയ്ക്കുക. അപ്പോൾ ഏതിനും യൂസ് ചെയ്യുക. അങ്ങനെ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് അതുണ്ടാക്കാനായിട്ട് വേണ്ടി വന്നത്. അപ്പോൾ ആ ഒരു ബിഗ് ഉണ്ടാക്കിയപ്പോൾ അതിന് ഫുള്ളും കളറ് അടിക്കാൻ വീണ്ടും വാട്ടർ കളറായിരുന്നു. അതിൽ ബ്ലാക്കാണ് ഞാൻ സെലക്ട് ചെയ്തത്. നമ്മുടെ കളറ് ബ്ലാക്ക് തന്നെ ആണല്ലോ, അതുകൊണ്ടാണ് ബ്ലാക്ക് തന്നെ എടുത്തത്. ഈ ബ്ലാക്ക് കളറ് അതിൽ തന്നെ ഇല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് കളറ് ആക്കാനായിട്ടുള്ള ഒക്കെ ഉണ്ട് കേട്ടോ. അത് എനിക്കറിയില്ല. ഏതൊക്കെ കളർ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് കളറ് കിട്ടും. ഇതൊന്നും വിഷമിക്കണ്ട. ഏതൊക്കെ കളർ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്കായിട്ട് കിട്ടും. എനിക്കതിൻ്റെ കാര്യം അറിയില്ല. എനിക്ക് 2 കളർ ബോക്സ് ഉണ്ടായിരുന്നു സെയിം. അതിലൊന്ന് ഞാൻ മറ്റേ ഇതിന് വേണ്ടി യൂസ് ചെയ്ത് തുടങ്ങി. അത് അതിൻ്റെ സംഭവം ഞാൻ 3 പ്രാവശ്യം അതിന് ഞാൻ കൊടുത്തു. 3 പ്രാവശ്യം നല്ല രീതിയിൽ ഹൈ ആയിട്ട് ഇരിക്കുക. ഒരു റൗണ്ട് കഴിഞ്ഞ് അടുത്ത റൗണ്ട് ഞാൻ ഉണക്കാനായിട്ട് വെച്ച്. അപ്പോൾ 2ാമത്തെ റൗണ്ട് ഞാൻ കൊടുത്തതിന് ഉണക്കാനായിട്ട് സമയം കൊടുത്ത് വെച്ച്. അപ്പോൾ 3ാമത്തെ പ്രാവശ്യം കൊടുത്ത് അങ്ങനെ ആയപ്പോൾ ഒരു ബോക്സിലുള്ള കളറ് ബ്ലാക്ക് അലിഞ്ഞ് തീർന്നു പോയി. മറ്റൊരു ബോക്സിൽ ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു. അത് പകുതി അതിലേക്ക് പോയി. ബാക്കി ഈ ബിഗിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തു 2 പ്രാവശ്യം. 2 തവണ അടിക്കുക. ഒരു തവണ അടിച്ച് കംപ്ലീറ്റ് ഞാൻ മുഴുവനായിട്ട് അടിച്ച് എന്നിട്ട് ഉണക്കാനായിട്ട് വെച്ച്. എന്നിട്ട് 2ാമത്തെ പ്രാവശ്യം ഞാൻ ഇതിൽ വീണ്ടും അടിച്ച് ഉണങ്ങി കഴിഞ്ഞ ശേഷം ഒത്തിരി കടുപ്പത്തിൽ വന്നു. പക്ഷെ ആ ബിഗ് ഉണ്ടാക്കി അത്ര കടുപ്പത്തിൽ വന്നിട്ടില്ല. അത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് മെഴുകുചായ ഞാൻ യൂസ് ചെയ്തത്. അതിൽ ബ്ലാക്ക് കളർ ഞാൻ എടുത്ത് എന്നിട്ട് ഞാൻ നല്ല രീതിയിൽ ഹൈ രീതിയിൽ കൊടുത്ത് 3ാമട്ടം മെഴുകുചായം എടുത്ത് ബ്ലാക്ക് ഇത് ഞാൻ ഹൈ ആക്കാൻ നല്ല രീതിയിൽ ശ്രമിച്ച് ഹൈ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ റിസൾട്ട് വന്നതോ ഇങ്ങനെയൊക്കെയാണ് വന്നത്. ഒരു നൈറ്റ് വെള്ള കളറിൽ ഇങ്ങനെ വന്നു.
ഇതാണ് അവസ്ഥ ഗൈസ്. പക്ഷെ എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇങ്ങനെ സെറ്റ് ഒപ്പിച്ചെടുത്ത് എന്തായാലും ലുക്ക് ഇട്ടാൽ മതി, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ വാട്ടർ കളർ, ഈ പറഞ്ഞ വാട്ടർ കളർ ഞാൻ ഇനി അടിക്കുന്നില്ല, ഡ്രോയിങ്ങിന് മാത്രമേ അടിക്കുന്നുള്ളൂ. കാരണം അതിന് വേണ്ടിയിട്ടുള്ള കളറാണ് ആ ഒരു ബോക്സിലുള്ള കളർ. ഈ കാര്യത്തിനൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ വേറെ മോഡലുള്ള കളറ് തന്നെ വേണം. അത് വാട്ടർ കളറ്, വേറെ മോഡലുള്ള കളറ് വാട്ടർ കളർ കിട്ടിയാലേ ഈ വില വർക്കും ചെയ്യാനായിട്ട് പറ്റൂ, അതിനെ നിറം കൊടുക്കാനായിട്ട് പറ്റൂ. ഈ ബോക്സിലുള്ള കളറ് കിട്ടിയ ഒരു കാര്യമില്ല. ഇതൊന്നും പറയാൻ എനിക്കറിയില്ല. വാട്ടർ കളറാണ്, വേഗം പെട്ടെന്ന് അലിഞ്ഞ് പോകാത്ത വാട്ടർ കളർ ഉണ്ട്, വേറെ മോഡലുണ്ട്. അത് കിട്ടിയാലേ ഉപകാരമുള്ളൂ. അത് കിട്ടണ വേറെ ഗൈസ്. എങ്ങനെയെങ്കിലും ഞാൻ ഇത് തലയിൽ വെച്ച് തട്ടി മുട്ടി ഞാൻ ജീവിക്കുക, ക്ഷമയോട് കൊടുത്ത്. ഇത് വയ്ക്കുമ്പോൾ എൻ്റെ റിസൾട്ട് നല്ലൊരു അടിപൊളി സ്റ്റൈല് എന്ന രീതിയിലാണ് ഇത് എൻ്റെ തലയിൽ ഇരിക്കുന്ന അടിപൊളി സ്റ്റൈല്. അതുപോലെ എൻ്റെ തലയിൽ ഇത് അടിപൊളി സ്റ്റൈലിലാണ് എൻ്റെ തലയിൽ ഇരിക്കുന്ന. ഞാൻ അവസാനമായിട്ട് പറയാമെന്ന് പറഞ്ഞ സംഭവത്തിൽ ഇതിനൊരു ചെറിയൊരു കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ സംഭവം ഞാൻ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അത് നാശമായി പോയി. അത് ഞാൻ കത്രിക ഉപയോഗിച്ചായിരുന്നു ഞാൻ ഇങ്ങനെയാക്കാൻ ശ്രമിച്ചത്. അത് ഫെയിലായി, അത് നാശമായി. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു രണ്ടാമത്തെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കാനായിട്ട് തീരുമാനമെടുത്തത്. അപ്പോൾ അത് സക്സസ്സാക്കി. അപ്പോൾ ഇതിലെന്താണ് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 3 സ്റ്റൈലാണ് ഞാൻ ഇതിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ സ്റ്റൈലാണ് ഞാൻ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഞാൻ ഓർമ്മയിൽ കാണിച്ചു തരാം. ഇതൊരു സ്റ്റൈലാണ്. ഒന്ന് എങ്ങോട്ട് വേണമെങ്കിൽ തിരിക്കാട്ടാ, ഞാൻ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടു. ഇതിൽ വേറെ സ്റ്റൈലാണ്. എങ്ങനെയുണ്ട്? ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റൈലാണിത്. ഇതെങ്ങനെയുണ്ട്? ഇതിൽ ഏത് സ്റ്റൈലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? അതിൻ്റെ ഈ ഫോട്ടോ നിങ്ങൾക്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഇടണം. അതിന് നേരെ ടൈപ്പ് ചെയ്ത് ഇടുക കമൻറ്റ് ബോക്സിൽ. ഇഷ്ടപ്പെട്ട സ്റ്റൈൽ ഏതെന്ന് വെച്ചാൽ അത് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൊന്ന് ഇട്ട് ടൈപ്പ് ചെയ്ത് ഇടുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുക. ഏതാണ് ഇഷ്ടപ്പെടാത്തത് അതിന് ഫോട്ടോ എടുക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. എന്നിട്ട് ടൈപ്പ് ചെയ്ത് ഇടുക അതിൻ്റെ കാരണം. ഇഷ്ടപ്പെട്ട അതിൻ്റെ കാരണം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എഴുതിയിട്ട് ഇഷ്ടപ്പെട്ട സ്റ്റൈലിൻ്റെ ഫോട്ടോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക, എന്നിട്ട് വിടുക. ഇതെന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നേരം ആഘോഷമൊക്കെ എടുത്തിട്ട് ഞാൻ ബുദ്ധിമുട്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു ബിഗ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അതിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാര്യം നിങ്ങളോട് ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ കാണിച്ചെങ്കിൽ അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചിട്ട് പോവാണ് ഗൈസ്. ഇതൊരു സ്റ്റൈലാണ്. ഒന്നാമത്തെ സ്റ്റൈൽ ഇത്
രണ്ടാമത്തെ സ്റ്റൈല് ഇതാണ് ഗൈസ്. മൂന്നാമത്തെ സ്റ്റൈല് ഇതാണ് ഗൈസ്. എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി വിടാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് നല്ല രീതിയിൽ ഷെയർ ചെയ്യും. അപ്പോൾ നിർത്താണ് ഗൈസ്. അപ്പോൾ നമുക്കിനി യു ഗോ ഐ ഗോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത സമയത്ത് വരാം. അതുവരെയ്ക്കും ഇതുവരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും ദുഃഖത്തോടും കൂടി ഇരുന്ന് കേട്ടതിനും ഇരുന്ന് കണ്ടതിനും എൻ്റെ സഹോദരന്മാർക്കും എൻ്റെ സഹോദരിമാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.